അമിട്ട് പൊട്ടും പോലെ LDF പൊട്ടിയിട്ടുണ്ട്, ചെതറിപ്പൊട്ടി. ചെതറി പൊട്ടിയിട്ടുണ്ട്, ഓടിയടന്ന് പൊട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ. എന്തായാലും എന്താ പറയാ, മാം എങ്ങനെയാണ് ഈ ഒരു പൊട്ടലിനെ വിലയിരുത്തുന്നത്? പ്രജിത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, അമ്മിട്ട് ആദ്യം പൊട്ടുമ്പോൾ അതൊരു ശബ്ദമാണ് നമ്മൾ കേൾക്കുക. അത് കഴിഞ്ഞ് മുകളിൽ നല്ല വർണ്ണാഭമായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് ശൂന്യമായിട്ട് ഇരുട്ടായിട്ട് അങ്ങോട്ട് തീർന്നു പോകും അല്ലേ. അതുപോലെയാണ് ഇത്തവണത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് വന്നപ്പോൾ ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും. ആ മണി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ തന്നെ കാശൊക്കെ വാങ്ങി തിന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ്ടിരുന്നാൽ. ഇങ്ങനെയൊക്കെയാണ് ഒരു ജനനേതാവ്. പുള്ളിയുടെ വായന വന്നുകൊണ്ട് ആർക്കും അത്ര പ്രശ്നം അല്ല 1 2 3 എന്ന് പറഞ്ഞിട്ടും ആരും ഒരു കേസ് എടുത്തില്ല. ഇത് കേരളത്തിലല്ലേ പറ്റുള്ളൂ. അതുപോലെ അങ്ങേര് പറയാണ് രാത്രി 2 മണിക്ക് ഡാം തുറന്നു വിടുന്ന ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നല്ലോ, നിങ്ങൾ നോക്കാത്ത എന്താ? മണിയാശാൻ്റെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുവാണോ? കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങളും അരിയാഹാരം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ വന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണ് നമ്മളുടെ കടക്കൂപ്പുറത്ത് ഇരിക്കുന്നത് കാരണഭൂതൻ, പിന്നെ ലീഡർ, ക്യാപ്റ്റൻ, അങ്ങനെ പല പല വിവിധ. അത് കാരണഭൂതൻ കേട്ട ഉടനെ എനിക്ക് ഡാൻസ് വരും കേട്ടോ. കാരണഭൂതനം പിണറായി സഖാവിന് സർവൈശ്വര്യം എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരുന്നില്ല ഇതിൻ്റെ ഇത്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു കേട്ടോ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും അപമാനം തോന്നിയത് അദ്ദേഹം കടക്കൂപ്പുറത്ത് എന്ന ജേർണലിസ്റ്റുകളോട് പറഞ്ഞത് കേട്ടിട്ട് തലയും കുമ്പിട്ട് അവർ നടന്നു പോകുന്നത് കണ്ടിട്ടാണ് എൻ്റെ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് തോന്നിയത്. പിന്നെ അദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു കാണിച്ചില്ല. അത് പൊട്ടതല്ല നമ്മളുടെ ഇവിടുത്തെ ചോദ്യം. ഞങ്ങൾക്കിവിടെ ഒരു വലിയേട്ടനുണ്ട്. ആരാണത്? ഞങ്ങളുടെ ആരാധ്യനായ കൊച്ചി നഗരസഭയുടെ പിതാവ് അഡ്വക്കേറ്റ് ശ്രീ M അനിൽകുമാർ. തിരുവനന്തപുരത്തൊരു കുഞ്ഞിപ്പെങ്ങളുമുണ്ട്. വലിയേട്ടനും കുഞ്ഞിപ്പെങ്ങളും പിന്നെ കടക്കൂപ്പുറത്തും 3 പേരും കൂടിയായിരുന്നു ഭരിച്ചത്. ബാക്കി കുറേ മുനിസിപ്പാലിറ്റികൾ ഉണ്ടെങ്കിലും തിരുവനന്തപുരവും കൊച്ചിയുമാണ് പ്രധാന മുനിസിപ്പാലിറ്റികളായിട്ട് കണക്കാക്കുന്നത്. വലിയാങ്ങള ഇവിടെ ഇരുന്ന് കുഞ്ഞിപ്പെങ്ങളോട് പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മേയേഴ്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു നമ്മളുടെ വലിയാങ്ങള. വലിയാങ്ങളയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. വലിയാങ്ങള ആ കറുത്ത കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ന്യായാധിപനും അഡ്വക്കേറ്റ് ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ജസ്റ്റിസോ എന്തൊക്കെയൊക്കെയോ ആണെന്ന് അദ്ദേഹത്തിന് തോന്നും. പിന്നെ എല്ലാവരും താറടിച്ച് കാണിക്കില്ല. താറടിക്കാൻ അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽ പെടാത്ത എല്ലാ മനുഷ്യരെയും അദ്ദേഹം താറടിച്ച് കാണിക്കും. ഇവിടെ ഒരു കാര്യവും നടന്നിട്ടില്ല. കുഞ്ഞിപ്പെങ്ങളാണെങ്കിൽ കുഞ്ഞുവാവയെ കളിപ്പിച്ച് താരാട്ടും പാടിയിരിക്കുകയാണ്. പ്രത്യേകം ഓർഡർ ഉണ്ടായിരുന്നു കേൾക്കണേ, കുഞ്ഞിപ്പക്കൾ വാവയായിട്ട് ഇരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങരുത്, തല കാണിച്ച് പോകരുത്, പോയാൽ ഉള്ള വോട്ടും കൂടെ പോകും എന്ന് പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു. വലിയാങ്ങളയ്ക്ക് ആ ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വലിയാങ്ങള ഇവിടെ പറന്ന് നടന്നതിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം ഭയങ്കര ഭൂരിപക്ഷത്തിൽ UDF ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കും. ഞങ്ങൾക്കും സീറ്റ് കൂടി കേട്ടോ. 5 എന്നുള്ളത് BJPക്ക് 6 സീറ്റായി മാറി. നല്ലോണം വോട്ട് ഷെയറും കൂടിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ നമുക്ക് ഒരുമിച്ച്, ഇന്നലെ ഓസ്ട്രേലിയയിൽ കണ്ടില്ലേ, ആദ്യമായിട്ടാണ് അവിടെ അങ്ങനത്തെ ഒരു വെടിവെക്കൽ ഉണ്ടാക്കുന്നത്. ജ്യൂസിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ള 2 അച്ഛനും മകനും കൂടെ വന്ന് വെടിവെക്കുകയും ഒരു ഓസ്ട്രേലിയൻ ആൾ വന്ന് അവരെ അവരെ അതിൽ നിന്ന് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു. ആ ഒരു ഗട്ട്സ് പറയണം കേട്ടോ. തോക്കുള്ള ഒരാളുടെ അടുത്തേക്കാണ് നിരായുധനായി ഓടിച്ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ തന്നെ വിചാരിക്കുക, ദൈവമേ ഇവിടെയും ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ എന്ന് ഇവിടെയുള്ള ആൾക്കാർ തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ കുഞ്ഞിപ്പെങ്ങളും വലിയാങ്ങളെയും കൂടെ ശരിക്കും ഭരിച്ച് കുളമാക്കി. എറണാകുളത്തിന് കുളമാക്കാനൊന്നും ബാക്കിയില്ല. കുളം തന്നെ കുളം. അപ്പോൾ ഇത്തവണ ഞാൻ നിന്നത് പനമ്പള്ളി നഗർ എന്നൊരു ഡിവിഷനിൽ. അതിൻ്റെ നടുക്ക് കൂടെയാണ് നഗരത്തിൻ്റെ രോഗവാഹിനി പോകുന്നത്. അതായത് തേവര പേരണ്ടൂർ കനാൽ പോകുന്നത് അതിൻ്റെ മുകളിൽ കൂടെയാണ്. അതിവർ വിചാരിച്ചാലൊന്നും അടുക്കൂല. സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റായിട്ട് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ പറയും. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെയാണ് ഇവർ ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും അത്രയും കോടി രൂപ എന്ന്. ഈ കോടി രൂപകളും കോടി ഷർട്ട് കോടി മുണ്ടെന്ന് പറയുന്ന പോലെയല്ല. കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ തന്നെയാണ്. അത് വരാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങൾ പോകുന്ന മീറ്റിങ്ങിലൊക്കെ അവർ പറയും ഇത് യുവർ ടാക്സ് മണി. ഇപ്പോൾ പ്രജിത അവിടെ ചുമന്ന പൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ടാക്സ് കൊടുത്തിട്ടുണ്ട്.
ഇല്ലേ? അതെ. ഞാനിവിടെ ഒരു മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനും ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ചോദിച്ചില്ല, കയ്യിൽ ദേ നോക്കിക്കോളൂ കേട്ടോ, താമരയാണ് മൈലാഞ്ചി ഇട്ടേക്കുന്നത്, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മെഹന്തിക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അത് ചോദിച്ചു മേടിച്ചൂടെ? അത് BJPയുടെ പണമല്ല, കോൺഗ്രസിൻ്റെ പണമല്ല, ആം ആദ്മി പാർട്ടിയുടെ പണമല്ല. പിന്നെ LDF എന്ന് പറയാത്ത അവിടെയും LDF ഇല്ലല്ലോ, ഇവിടെ മാത്രമല്ലേ കടക്കുപുറത്തും വലിയാങ്ങളെയും കുഞ്ഞിപ്പങ്ങളൊക്കെ ഉള്ളൂ. തീരാറായി. അപ്പോൾ ഈ വലിയാങ്ങളെക്കുറിച്ച് വരുവാണെങ്കിൽ ഇപ്പോൾ വലിയാങ്ങളയ്ക്ക് വലിയ എന്താ പറയുന്നത്, എന്തൊക്കെയൊക്കെയോ പറയണമെന്ന് ആഗ്രഹം. അങ്ങനെ നടന്നില്ലേ പണ്ട്, ഇങ്ങനെ നടന്നില്ലേ, ഇവരുമായിട്ട് കൈകൂടത്തില്ലേ? ഇപ്പം ഇങ്ങനെ 5 കൊല്ലം മേയറായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്നും തോന്നിയില്ലേ? ബ്രഹ്മപുരം പടരുന്ന സമയത്തിന് ഇദ്ദേഹത്തിനൊന്നും തോന്നിയില്ലേ? അല്ലെങ്കിൽ റോഡിലെ കുണ്ടും കുഴിയിലും വീണ് ആളുകൾ മരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊന്നും തോന്നിയില്ലേ? ഇവൻ കുരുക്കി കൊല്ലുന്ന പോലെ എത്ര പേരാണ് കേബിളിൽ കൊണ്ട് ഇതാക്കുന്നത്. എൻ്റെ ഡിവിഷനിലും ഉണ്ടായി. അദ്ദേഹത്തിന് 2 ആഴ്ചയോളം സംസാരിക്കാനും ആഹാരം കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം മേയർ വന്നു പറഞ്ഞു, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ താങ്കളുടെ ചികിത്സ വഹിക്കാമെന്ന്. 8,000 രൂപയാണ് എൻ്റെ ഓണറേറിയം. മേയറിന് വേണമെങ്കിൽ 15,000 രൂപ ഇട്ടുണ്ടാവും. എത്ര പേർക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും? അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഇദ്ദേഹത്തിനില്ല. പിന്നെ എന്തും പറഞ്ഞ് വോട്ട് ചെയ്യും? ഇതൊക്കെ പരിഹരിക്കാമെന്നും പറഞ്ഞല്ലേ അടുത്ത ഇനം ചെല്ലുന്നത്. പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ രോഗവാഹിനിയുടെ കാര്യം പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തുണ്ട്. മരിച്ചു. അപ്പൊ ഈ കുഞ്ഞിപ്പെങ്ങളെന്ന് പറയുന്ന പെങ്ങളുണ്ടല്ലോ, കുഞ്ഞിപ്പെങ്ങള് പൊട്ടിക്കരഞ്ഞോ? പിന്നെ അത് കയ്യിൽ എപ്പോഴും ഗ്ലിസറിൻ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഉള്ളി വെച്ചാലും മതിയല്ലോ. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും ഇങ്ങനെ അഭിനയിച്ച് വലിയ പരിചയമില്ല. അപ്പൊ ഈ സഖാക്കന്മാർ എന്നെ കൊടുത്തയക്കും. 10-22 വയസ്സിൽ അവരുടെ മേയർ 3 കാൻഡിഡേറ്റ്സും തോറ്റു. പിന്നെ ഉള്ളൊരു ലേഡി അവർക്കാക്കാൻ താല്പര്യമില്ലാത്തപ്പോഴാണ് ഈ കുട്ടിക്ക് ലോട്ട് വീണത്. പിന്നെ എന്തോ SFIയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിവുകളേറെയുള്ള കുട്ടിയായിരുന്നു. മനസ്സിലായി. അതുകൊണ്ടാണ് IAS പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ആരോ ഇത് വച്ച് നോക്കിയപ്പോൾ, വിവരാകാശം വച്ച് നോക്കിയപ്പോൾ എന്തൊക്കെയോ പാസ്സായിട്ട് പോലും ഇല്ല എന്ന് കണ്ടുപിടിച്ച്. ഈ ഇടയ്ക്ക് കണ്ടില്ലേ, വലിയ കോട്ട് സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ ചെലവിൽ ഇംഗ്ലണ്ടിൽ പോയി എന്തോ ഒരു കടലാസ് കഷ്ണം മേടിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെയൊക്കെയുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എത്ര നാളും നമുക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? ജനങ്ങൾക്ക് ബോധം വന്നു. ഞാൻ മിനിഞ്ഞാന്ന് അവിടെ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എന്നെ ആരോ പത്മജ എന്ന് വിളിക്കുന്നു. നോക്കുമ്പോൾ ശ്രീലേഖ മാഡമാണ് വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മൾ വലിയ ആൾ, ചെറിയ ആൾ, അവരൊരു വലിയ IAS ഓഫീസർ, ഞാനൊരു സാധാരണ ഇത്, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ചേർത്ത് പിടിച്ചാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ മുന്നേറ്റം തന്നെയാണ് തിരുവനന്തപുരത്ത് കണ്ടത്. 1-2 മിസ്സസ് ആര്യ, ഭർത്താവിൻ്റെ പേരെന്താണ്? സച്ചിൻ ദേവ്. ആര്യ സച്ചിൻ ദേവ് എന്ന് പറയണമല്ലോ അല്ലേ? ആര്യ രാജേന്ദ്രൻ എന്നാണെങ്കിലും നമ്മൾ മിസ്സസ് ആര്യ സച്ചിൻ ദേവ് ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് കുഞ്ഞുമായിട്ട് സകുടുംബം പോയി അവിടെ താമസിക്കും. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാതിരുന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം, അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ആര്യയുടെ 2-3 ഇത് കണ്ടു, ചിരിച്ച് വയ്യാണ്ടായി പ്രജിത. മേയർ, പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ BJPയുടെ മേയർ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, സ്വീകരിച്ചില്ല. ഞാനാണ് സ്വീകരിച്ചത്. ഇനിയും അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ സ്വീകരിക്കൂല, സീറ്റ് പോലും കൊടുത്തില്ല. പക്ഷേ CPMൻ്റെ ആൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാടയടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആര്യയുടെ ഈ ബാലിശമായ കൊച്ചുകുട്ടികളുടെ സംസാരം പോലത്തുള്ള സംസാരങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ മൂക്കാതെ പഴുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം. അതെ, മാത്രമല്ല എന്തൊക്കെയാണ് ആ കുട്ടി ആദ്യം തന്നെ ഇത്രയും വേക്കൻസി ഉണ്ട്, ലിസ്റ്റ് അയക്കൂ സഖാവേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുന്നതും. ഇതൊക്കെ ജനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി കളയിച്ചത് ഒരിക്കലും കേരളം മറക്കില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയി അത് മറക്കില്ല. കരഞ്ഞു. പക്ഷെ ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാ തൂക്കിയെടുത്ത് പുറത്തിട്ടത്. അല്ല, കരഞ്ഞല്ലോ. അവർക്ക് ആ കുട്ടിക്ക് അത്രേ പറ്റുള്ളൂ. ഇങ്ങനെ ആക്കി കരഞ്ഞു. അപ്പോൾ അത് കരഞ്ഞു. അതിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ആൾ മരിച്ചിരുന്നെങ്കിലും കരഞ്ഞേനെ. അത് ഞാനൊരു ദിവസം നമ്മളുടെ കോർപ്പറേഷൻ ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങളുടെ നഗരപിതാവ് ഇങ്ങനെ ഇരിക്കണു, കണ്ണൊക്കെ ഉറക്കം തൂങ്ങിയിട്ട്. അവിടെ ആൾക്കാർ ശ്വാസം മുട്ടി പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രഹ്മപുരം കത്തിയതിൻ്റെ ഇതിൽ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. പത്മജ, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം.
അപ്പം അങ്ങേരെ AC മുറിയിലിരിക്കണം, അവിടെ ഒരു മണവുമില്ല, നാറ്റുമില്ല, ഒന്നുമില്ല. പനമ്പള്ളി നഗറിൽ താമസിക്കുന്ന ഇത്രയും ദൂരം താമസിക്കുന്ന ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വല്യേട്ടനാണ് ഈ മേയേഴ്സ് കൗൺസിലിൻ്റെ പ്രതിനിധി. പലപ്പോഴും ഒരു മെട്രോ നഗരം എന്നുള്ള നിലയിൽ ഓൾ ഇന്ത്യ കൺവെൻഷൻസിനും ഈ വല്യേട്ടൻ തന്നെയാണ് വല്യാങ്ങള പോകാറ്. പക്ഷേ വല്യാങ്ങളെയും കുഞ്ഞിപ്പെങ്ങളും ഗുഡ് ഫോർ നത്തിങ് ആണ്. ഇവർ ഈ സംസാരം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എറണാകുളത്തിൻ്റെ ഈ എന്താണ് പറയുന്നത്, മുല്ലശ്ശേരി കനാൽ പണിത് എത്ര കോടി രൂപ, 2-3 കോടി രൂപയ്ക്ക് തീർക്കാവുന്ന കാര്യം. ഈ ശ്രീധരൻ പറഞ്ഞു അത് പൂർണ്ണമായി കഴിഞ്ഞാൽ എറണാകുളത്തിന് ഇത് കുളിപ്പിച്ച് കിടത്തുന്നു. കാരണം കായലിൽ നിന്നുള്ള വെള്ളം ഒരു തുള്ളി ഇല്ലാണ്ട് ഈ കനാലിൽ കൂടെ എല്ലായിടത്തേക്കും വരുന്നു. യാതൊരു വിധത്തിലുള്ള സ്റ്റഡി നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല. കിട്ടുന്ന കാശ് എങ്ങനെയോ ചിലവാക്കുന്നു. ഒരു AC എയർ കണ്ടീഷൻ കാറിൽ 2 പേരും കൂടെ ആർമാദിച്ച് പോകുന്നു. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാണ്ട് നമ്മളുടെ കാരണഭൂതനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വല്യാങ്ങളെയും കുഞ്ഞിപ്പെങ്ങളും ഭരിച്ച കോർപ്പറേഷനുകൾ LDFന് നഷ്ടപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന പരിഹാസ്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് മുന്നേറ്റമുണ്ടായത്. മോഡിജി വരാൻ പോവാണ്. അതെ, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ പുതിയ മേയർ ചാർജ് എടുക്കുമ്പോൾ മോഡിജി അവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ കോട്ടിട്ട് നമ്മൾ പറയും നാവ് പൊന്നായിരിക്കട്ടെ എന്ന്. പക്ഷേ ആര്യ കുഞ്ഞിപ്പെങ്ങളുടെ കാര്യത്തിൽ നമുക്കത് പറയാൻ പറ്റൂല. നാക്കിലെന്തോ പിഴവുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അനിൽകുമാറിനും ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റാത്ത മേയർ എന്നുള്ള ഖ്യാതി എന്ന് പറയാൻ പറ്റില്ല അല്ലേ പ്രജ, എന്ത് പറയും, ദുർഖ്യാതിയോ അതോടുകൂടി അദ്ദേഹത്തിനും പടിയിറങ്ങേണ്ടി. 2 പേരും പടിയിറങ്ങി പടി കൂട്ടിയടച്ചു. ഇനി ഭരിക്കാൻ പോകുന്നത് BJP ആയിരിക്കും വരുന്ന. ഇപ്പോൾ തിരുവനന്തപുരം ഓൾറെഡി BJP, കൊച്ചി ആണെങ്കിൽ അടുത്ത ഇതിൽ നമ്മൾ തന്നെ ഭരിക്കും, BJP തന്നെ ഭരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളെ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.